ഹായ് എവരി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ക്രിസ്മസിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഇപ്പോഴാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഒരുപാട് ലേറ്റായെന്നറിയാം, പക്ഷേ ക്രിസ്മസിന് കൂടിയവരൊക്കെ ഞങ്ങൾ വീഡിയോ വെയിറ്റ് ചെയ്യുകയാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഹാലിഫാക്സിൻ്റെ ഇത് ലാസ്റ്റ് ഹാലിഫാക്സിലെ വീഡിയോ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സിഡ്നിക്ക് വന്നിട്ടുള്ള വീഡിയോസൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് ഡിസംബർ 23 നൈറ്റ് ഞങ്ങളൊരു ഗ്ലോ ഹാലിഫാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഷോ ഉണ്ട്. അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിപ്പോവാണ് കേട്ടോ. വലിയ കാര്യത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ സനീഷേട്ടൻ വന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ തുഷാര എന്നാണ് ശരിക്കുള്ള പേര്. അപ്പോൾ ഞാനുണ്ട്, തുഷ് ഉണ്ട്, അച്ചു, പിന്നെ കണ്ണൻ ചേട്ടൻ, ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തായിരുന്നു. അമ്മ വിചാരിച്ചു ലൈറ്റ് ഹൗസ് അല്ല, പക്ഷെ എന്താ അത് ഞാനോ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ വിചാരിച്ചുട്ടാ സംഭവം. ശരിക്കും ഫാക്ടറിയോ കാരണം ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് അങ്ങനെ പുക പോവില്ലല്ലോ. കണ്ടിട്ടുണ്ടോ കണ്ണൻ വേറെ എവിടെങ്കിലും? എവിടെ? നോർത്ത് സിഡ്നിയിൽ കണ്ടിട്ടുണ്ടെന്ന്. പോകുന്ന വഴിയൊക്കെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു. അപ്പോൾ ഈ പാലം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഈ പാലമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ. അച്ഛൻ ഫ്രണ്ടിലിരിക്കുമ്പോൾ അച്ഛനായിരിക്കും നല്ല വ്യൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടോ, സ്ഥലം എത്തി. അപ്പോൾ ഫുള്ള് വണ്ടികൾ ഇങ്ങനെ ലൈറ്റ് കത്തിച്ചിട്ടേക്കായിരുന്നു. സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായില്ല. ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി, ലേറ്റായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവിടെ കറണ്ട് പോയിട്ട് അത് ക്ലോസ്ഡായി. അപ്പോൾ ഇന്ന് ഷോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പൈസ റീഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ് മാറിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഡേറ്റ് മാറിയെടുക്കാൻ പറ്റില്ല, ഞങ്ങൾ സിഡ്നിക്ക് വരികയാണല്ലോ. അപ്പോൾ എന്തായാലും റീഫണ്ട് മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വലിയ ആഗ്രഹിച്ച് പോയിട്ട് തിരിച്ച് ചമ്മിപ്പോന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ സനീഷേട്ടൻ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അച്ചും കണ്ണനും കഴിക്കാത്തതുകൊണ്ട് അവർ പിസ്സ മേടിക്കാനായിട്ട് പോയി. ഞാനും തുഷും ഇറങ്ങി. കുരുമുളകാണോ? കുരുമുളക്. ഇതെന്തിട്ടിരിക്കാ? ഇതിലിക്കോ? അതെ, കഴിഞ്ഞിട്ടില്ല പണി. ഇതിലെല്ലാം മിക്സ് ചെയ്തതാ. അതില് ജസ്റ്റ് കുരുമുളക്, ഉപ്പും മഞ്ഞപ്പൊടി മാത്രം ഇട്ടോളൂ. എന്നിട്ടൊരു ഫസ്റ്റ് ഇത് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്നിട്ട് കപ്പിയിട്ടു, വീണ്ടും കപ്പ വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള സംഭവം. നമ്മുടെ തൃശ്ശൂർ ഇതൊക്കെ കഴിക്കും ഇഷ്ടംപോലെ തട്ടുകടയിൽ. എന്തൊക്കെയാ അത്? അല്ലല്ലോ, അലക്സാണ്ടർ പിസ്സ. അറിയാവുന്നു പിന്നെ മടി വെച്ച് കഴിക്കും. എന്റെ ആ തലോണം എടുത്ത് വെക്കുക. അപ്പൊ അതൊന്നും
എന്താടാ ജിമ്മി ഇത് ക്രിസ്മസിൻ്റെ തലേന്ന് നൈറ്റ് ഞങ്ങൾ ക്രിസ്മസിൻ്റെ പാർട്ടിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ഇത് ശ്രീലക്ഷ്മി ടർക്കി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ തുഷും ഗൗരിയും കൂടി ആപ്പിളിൻ്റെ ഒരു സ്പെഷ്യൽ സാലഡ് ഉണ്ടാക്കുകയാണ്. ഹലോ, ഞങ്ങൾ ഇവിടെ ഇന്ന് ക്രിസ്മസ് ആണ്. എന്റെ മുടി ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ബാക്ക് എടുത്താലോ? നിങ്ങളൊക്കെ റെഡല്ലേ? എന്റെ നല്ല നമ്മളിവിടെ നെയിൽസിനെ പറ്റിയല്ല ഡിസ്കഷൻ, അത് പറയാം. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഐഫോൺ എന്തോ പറ്റിയിട്ടുണ്ട്. ഇതില് ഫോണും വെക്കാൻ പറ്റില്ലേ? എല്ലാരും ഫുഡിന്റെ ഫോട്ടോ എടുക്കണം തിരക്കില്ല. അവിടെ ക്രിസ്മസ് ട്രീ ഉണ്ട്. ഷൂസ് ഒക്കെ കാണാം. ഷൂസ് കാണാം, അതും കാണാം. ആ ചെടി വേണമെങ്കിലും ഓക്കെ. ഒരു ഫോട്ടോ ഞാൻ ഇപ്പൊ എടുക്കാൻ പോവാണ്. അനങ്ങല്ലേ? സൂപ്പർ ക്യാമറ അതിന്റെ നല്ല ഫോട്ടോ ഉണ്ടോ? വിഷ്ണു ചിരിക്കണ്ട.
കഴിഞ്ഞില്ലേ? ഒരകൽച്ച ഫീൽ ചെയ്ത് ചേട്ടനെ കാണാനില്ല. ഞാനിപ്പോ എങ്ങനെ അങ്ങനെ അത് ചേട്ടനെ കാണത്തില്ല. ചേട്ടാ അല്ല അതിങ്ങനെ നല്ല ചെയ്യും ശരിക്കും എന്റെ വില 50 അയ്യോ തൊടരുത്. ഞാൻ ലാമ്പ് പക്ഷെ അതിന് വേണ്ടി റെഡിയായിരുന്നു ഞാൻ കോമ്പറ്റീഷൻ ക്യാമറ നോക്കല്ലേ? സിംഗിൾ ഞാൻ ഫോട്ടോ എടുക്കില്ല. മഞ്ഞത്തി വരെ ചിരിച്ചു പോകുന്ന സത്യം പറയുന്നത് നിങ്ങളെല്ലാരും ക്രിസ്മസിന് കൃഷ്ണനൊക്കെ അവിടെ കിട്ടിയാ പൊട്ടെ കഴിച്ചോ? നല്ലതാ നാട്ടിത്തെ കേക്കത്. എല്ലാരും അടുത്ത് ചീസ് പറയൂ. അയ്യോ എനിക്ക് ഭയങ്കര അതെല്ലാവർക്കും സെർവ് ചെയ്യട്ടെ ചീസ് അടിക്കണോ? ഞാൻ അവിടെ നിന്നുണ്ട്. ആ വീഡിയോ റെക്കോർഡിംഗ് ആണ്. അപ്പനെന്താ ഇഷ്ടം കണ്ണിന്റെ ഫോട്ടോ അല്ല ഞാൻ ഈ ജെഡിയുടെ സാധനം കൊറേ കഴിച്ചു കൊടുത്തു അയ്യോ അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചു. ഇത് ക്രിസ്മസിൻ്റെ അന്ന് മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ശില്പയും പ്രവീണയും കൂടി വീഡിയോയിൽ കിട്ടാൻ വേണ്ടി ഞാൻ അവരുടെ കൂടെ ഞാൻ എടുത്തതാണ്. അവർ ആക്ച്വലി ഇന്നലെ വൈകുന്നേരം വരാൻ ലേറ്റായിപ്പോയി. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോയിലൊന്നും അവരുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. തുഷ് നല്ല വെള്ളയപ്പവും പിന്നെ കുറുമക്കറിയൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പോൾ ഇനി കംപ്ലീറ്റ് സാധനങ്ങൾ ഇതാ കാറിലേക്ക് എടുത്ത് വെക്കുവാണ്. അപ്പോൾ 3 ദിവസത്തെ പാർക്കലിന് ശേഷം ഞങ്ങൾ തിരിച്ച് സിഡ്നിക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ വരുമ്പോൾ 2-3 ദിവസമൊക്കെ നിൽക്കാൻ വരുവാണെങ്കിലും ഒരു 3 മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വരാറ്. അവരിങ്ങോട്ട് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ക്രിസ്മസിന് നമ്മളെല്ലാവരും ഞങ്ങളുടെ വീട്ടിലായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നാളെ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കണ്ണൻ 3 ദിവസവും ഫുൾ ടൈം TV കാണലായിരുന്നു. അതുകൊണ്ട് പിന്നെ അച്ചുചേട്ടനെ വിട്ട് വരാനുള്ള ഒരു വിഷമം കൊണ്ടും അവന് തീരെയും വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വായോ കണ്ണാ വായോ പോവാം എന്ന് പറഞ്ഞ് ഒരുപാട് വിളിച്ച് നിർബന്ധിപ്പിച്ച് അങ്ങോട്ട് വലിച്ച് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു, ഹെയ്സൽ. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കൂടെ ലഞ്ചിന് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ലഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഹെയ്സൽ. അപ്പോൾ ഹെയ്സൽ വീട്ടിലേക്ക് വായോ, ഇവിടെ അടുത്ത് തന്നെയാണ് ഹെയ്സലിൻ്റെ അപ്പാർട്ട്മെൻറ്റും. അപ്പോൾ എപ്പോഴും ഞാൻ ഹാലിഫാക്സിൽ വരുമ്പോൾ ഹെയ്സൽ പറയും വീട്ടിലേക്ക് വായോ. അപ്പോൾ കണ്ണൻ്റെ പ്രായമുള്ള മോളുണ്ട് ഹെയ്സലിന്. അപ്പോൾ എന്തായാലും കുറേ ആയി വിളിക്കണു. എന്തായാലും ഹെയ്സലിൻ്റെ വീട്ടിലേക്കും കൂടി ഒന്ന് പോയിട്ട് പോകാം
അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നും ഉണ്ട് സ്നോ സ്റ്റോം. അപ്പോൾ സ്റ്റോമിന് മുന്നേ എന്തായാലും സിഡ്നി എത്താൻ പറ്റില്ല, വഴിയിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങി ബൈ ബൈ പറഞ്ഞ്. അതെൻ്റെ ലൈറ്റും സ്റ്റാൻഡും ഒക്കെ കൊണ്ടാണ് ഞാൻ വന്നത്. ലൈറ്റ് ഉള്ളതുകൊണ്ട് ഉപകാരമായിട്ടോ. ഇന്നലത്തെ ഫോട്ടോ ഒക്കെ ഈ ലൈറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ എടുത്തത്. അതുകൊണ്ട് ക്രിസ്മസിന് ഞങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഇവരെന്നെ കളിയാക്കായിരുന്നു ഞാൻ സിഡ്നിയിൽ നിന്ന് ഇത് താങ്ങി പിടിച്ച് കൊണ്ടുവന്നതിന്. എനിക്ക് യൂട്യൂബ് വീഡിയോ ഒക്കെ എടുക്കണമല്ലോ, അതുകൊണ്ട് ഞാനെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് പോകുന്നത്. വീഡിയോൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒന്നും മറക്കില്ല. വീഡിയോ ഇല്ലെങ്കിലും ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സെറ്റപ്പ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. എനിക്ക് കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു. ഇപ്പോഴാണ് ഈ ലൈറ്റൊക്കെ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ലൈറ്റൊക്കെ താങ്ങി പിടിച്ച് ഞാൻ കൊണ്ടുവന്നു. നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ ഞങ്ങൾ കോസ്കോയിൽ ഇന്നലെ രാവിലെ ഞങ്ങൾ കോസ്കോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോസ്കോന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു, അതും കാറിലുണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കാറിൽ, എല്ലാം ഫില്ലാണ്. ബൈ. നിങ്ങൾ അങ്ങോട്ട് പോയോട്ടാ. വിന്റർ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ദേ ഞങ്ങൾ ഇനി ഹേസലിൻ്റെ വീട്ടിലേക്ക് പോവാണ്. വീടല്ല, അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഇത് ഡൗൺ ടൗൺ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഹാലിഫാക്സ് ഡൗൺ ടൗൺ കാണിച്ചില്ലേ, സെയിം സ്ഥലം തന്നെയാണ്. ഹേസലിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഇവിടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹേസലിൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒരുപാട് നേരം ഇരിക്കുന്നില്ല, സ്റ്റോം ആയതുകൊണ്ട് നമുക്ക് വേഗം ഇനി എത്തണമല്ലോ. അപ്പോൾ അതേ ഞങ്ങൾ ഹേസലിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയിട്ടോ. നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണ്, 2 BHK അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഹേസലിനൊരു മോളും പിന്നെ ഹേസലിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഹസ്ബൻഡും ഉണ്ട് വീട്ടിൽ. ഇത് ഹേസലിൻ്റെ ഫ്രണ്ടും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. ഓക്കെ, ഇതാ വരുന്നു നമ്മുടെ സ്പെഷ്യൽ മോര് കറിയാ. ക്യാബേജ് തോരൻ വെച്ചു. ഓക്കെ പിന്നെ ചിക്കൻ. ഓക്കെ ഫിഷ് വിന്താലോ. അപ്പൊ വിന്താലോ എന്ത് വിന്താലോ? ബീഫ്. ഓക്കെ, ലിവർ. ഇതൊക്കെ അമ്മ വെച്ചതാ? നല്ല ഹെൽപ്പ് ചെയ്യണ്ട ഇവിടെ അമ്മേനെ. ഓക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, സ്റ്റൂ വെച്ചിട്ടുണ്ട്. ചമ്മു സൂപ്പർ. എല്ലാം അയ്യോ നമ്മുടെ സ്പെഷ്യൽ. പക്ഷെ എന്താ ചെയ്യാ, സ്നോ അല്ലേ. അയ്യോ വേണ്ട, അതെ ഇപ്പൊ കഴിച്ചിട്ട് ഹായ് എല്ലാവർക്കും. കേക്ക് വേറെ കേക്ക് എടുക്കട്ടെ എന്നാ. വയറ് അറിഞ്ഞു ചേട്ടാ, എനിക്ക് ഇത്തിരി മതി കേട്ടാ. എനിക്ക് ഇഷ്ടമല്ല. അവിടെ എത്ര രൂപ പോണേ? എനിക്ക് ബിയർ വേണം. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ വന്ന മുമ്പിലോ ഇങ്ങനെ എടുത്ത്
കയ്യിലിരുന്ന കഴിക്കാനും വേണ്ടി കളിച്ച് വായി തുറന്നുകൊണ്ടിരിക്കും. അവര് പോകില്ല. അന്ന് പോയപ്പോ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ കാര്യം ഞാൻ മറന്നു. ഇന്ത്യ എന്ന മലയാള രാജ്യമാണ്. ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും സംസാരിക്കാൻ കഴിയില്ല. മലയാളം മാത്രം. അപ്പൊ എല്ലാവരും പറയണായിരുന്നു കൊച്ചു നന്നായിട്ട് മലയാളം പറയേണ്ടതെന്ന്. പക്ഷെ മലയാളം സംസാരിക്കുന്ന സ്ഥലമാണ്. ഇംഗ്ലീഷ് ഇവിടെയാണ്. ഒരാഴ്ച ആരോടും ചോദിക്കും ഇംഗ്ലീഷ് എന്താ സംശയം മലയാളത്തിൽ. ഹായ് പറഞ്ഞ എല്ലാരും കാണോ? സബ്സ്ക്രൈബ് ചെയ്യോ? കിങ്ങിണി കാണോ? സൂപ്പർ. എന്നാ അല്ലേ ഇന്നലത്തെ പാർട്ടി എങ്ങനെയുണ്ടായി? അടിപൊളിയായിരുന്നു. 2 മണിയായി കിടന്നപ്പോ തകർത്ത്. അല്ലേ പോണ വഴിക്ക് കഴിക്കണമെങ്കിൽ ശരി ശരി. അപ്പം ഞങ്ങളത് ഹെയ്സലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഒരുപാട് കഴിക്കാൻ നിർബന്ധിച്ചു. കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാലിഫാക്സിക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര സ്റ്റോമിൽ പെട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കാണ്ട് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഹെയ്സൽ ഞങ്ങൾക്ക് കറിയൊക്കെ പാക്ക് ചെയ്ത് തന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങൾ വഴിയിൽ വെച്ച് കഴിച്ചായിരുന്നു. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ബീഫ് വിന്താലു, പോർക്ക്, ലിവർ ഫ്രൈ, എന്തൊക്കെയോ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ തുഷിൻ്റെ അവിടെ നിന്ന് ചേട്ടൻ എനിക്ക് വെള്ളയപ്പവും കുറുമക്കറിയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ണന് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വഴിയിൽ വെച്ച് അതൊക്കെ കഴിച്ചു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ സിഡ്നിയിലെ വീഡിയോസൊക്കെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.